ഇന്നലെ ജർമ്മനി പരാഗ്വെ മത്സരത്തിൽ പരാഗ്വെ ജർമ്മനിക്കെതിരെ വിജയിച്ചിരിക്കുകയാണ്. എന്താണ് ഇത് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ ബ്രസീൽ ജപ്പാൻ മത്സരത്തിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ ആരും അങ്ങനെ ആ ഒരു മത്സരം കണ്ടു കാണാൻ സാധ്യതയില്ല. കാരണം അവിടെ എല്ലാവരും നമ്മൾ കണക്ക് കൂട്ടുന്നത് അവിടെ ജർമ്മനി വിജയിക്കുമെന്ന ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. അവിടെ പരാഗ്വെ ജർമ്മനിയെ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിശ്ചിത സമയത്തിൽ ഒരു 1-1 സമനില ആയതിനെ തുടർന്നാണ് പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് മത്സരം കൊണ്ടെത്തിക്കുന്നത്. അത് പരാഗ്വെ എന്താണോ അവർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് അത് കൃത്യമായിട്ട് പരാഗ്വെ ചെയ്യുന്നു. അവിടെ പരാഗ്വെ ചെയ്തത് മാത്രമല്ല, അപ്പുറത്ത് ജർമ്മൻ താരങ്ങൾ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതോടുകൂടി ഇവിടെ ഇപ്പുറത്ത് പരാഗ്വെക്ക് വിജയിക്കാൻ സാധിക്കുന്നു. മത്സരത്തിൻ്റെ സ്റ്റാറ്റ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുത്തു നോക്കിയാലും നമ്മൾ ബ്രസീലിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ ആ മത്സരത്തെ ഹരിച്ചു ഗുണിച്ച് നോക്കിയാലും എല്ലായിടത്തും ജർമ്മനിയുടെ ഒരു ആധിപത്യം നമ്മൾ കണ്ടിരുന്നു. ഷോട്ടുകളാണെങ്കിലും പൊസിഷൻ ആണെങ്കിലും പാസിംഗ് ആണെങ്കിലും ഏത് രീതിയിൽ നമ്മൾ ആ മത്സരത്തെ അളന്നാലും അവിടെയൊക്കെ ജർമ്മനിയുടെ ഒരു ആധിപത്യം നമ്മൾ കണ്ടിരുന്നെങ്കിലും ഒരു ഗോള് അവർ ഈക്വലൈസർ നേടുന്നു. അതിനുശേഷം അവർ കൃത്യമായിട്ട് പ്രതിരോധം കാക്കുന്നു പരാഗ്വെ. അതിനുശേഷം അവർ പെനാൽറ്റിയിലേക്ക് എത്തുന്നു. ആ പെനാൽറ്റി കൃത്യമായിട്ട് അവർ സേവ് ചെയ്യുന്നു. വിജയിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ജർമ്മനിയെ സംബന്ധിച്ച് അവരൊരു ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ സമ്മാനിച്ചത്. ഇവർ ഈ വേൾഡ് കപ്പിൻ്റെ ആദ്യ മത്സരത്തിൽ കുറസാവോക്കെതിരെ ഒരു 1 ഒരു വലിയ മാർജിനിൽ വിജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ആ ഒരു വിജയത്തിൽ എല്ലാവരും പറഞ്ഞിരുന്നു പഴയ ജർമ്മനി, ഓൾഡ് ജർമ്മനി ഈസ് ബാക്ക്, പ്രൈം ജർമ്മനി ഈസ് ബാക്ക് ഒക്കെ എന്ന് പറഞ്ഞ് എല്ലാവരും ഒരുപാട് കൊട്ടിഘോഷിച്ചിരുന്നു. പക്ഷേ തുടർന്നുള്ള രണ്ടാമത്തെ മത്സരം വന്നപ്പോഴോ ഐവറി കോസ്റ്റിനെതിരെ എന്താണ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത്? 2-1 അവർ വിജയിച്ചത്. വിജയമാണെങ്കിൽ കൂടി ആ ഒരു 2-1 എന്നുള്ള സ്കോർ അവസാന മിനിറ്റിലാണ് അവർ വിജയിച്ചു കയറുന്നത്. അവസാന ഇഞ്ചുറി ടൈമിലാണ് അവർ വിജയിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഒരു തട്ടിമുട്ടിയുള്ള വിജയം എന്നൊക്കെ പറയല്ലോ, അതുപോലെയാണ് ആ ഒരു വിജയം ജർമ്മനിക്ക് നൽകിയത്. ഇനി അടുത്ത മത്സരത്തിൽ ഇക്വഡോറിനെതിരെ ഗ്രൂപ്പ് സ്റ്റേജിൽ മൂന്നാമത്തെ മത്സരത്തിലോ എന്താണ് അവർ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ആ ഒരു പരാജയത്തോടു കൂടിയാണ് ഇവർ റൗണ്ട് ഓഫ് 32ലേക്ക് ജർമ്മനി കടന്നു വരുന്നത്. ആ ഒരു കടന്നുവരവർ പരാഗ്വെക്കെതിരെ ഏറ്റുമുട്ടുന്നു. ആ മത്സരത്തിലും പരാജയപ്പെട്ട് ഒരു ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് സമ്മാനിച്ചുകൊണ്ട് പുറത്താകുന്ന മറ്റൊരു വേൾഡ് കപ്പും കൂടി അവർ ഒരു നേട്ടങ്ങളൊന്നുമില്ലാതെ അവർ പുറത്താകുന്ന ഒരു ഡിസപ്പോയിൻറ്റിങ് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചരിത്രത്തിൽ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ 4 തവണയാണ് അവർ വേൾഡ് കപ്പിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവർ കളിക്കുന്നത്. ആ പെനാൽറ്റി 4 തവണയും ആ പെനാൽറ്റി ഷൂട്ടൗട്ട് വിജയിച്ച ചരിത്രമുള്ള ടീമാണ് ജർമ്മനി. അങ്ങനെ പെനാൽറ്റിയിൽ വലിയൊരു റെക്കോർഡുള്ള ജർമ്മനിയാണ് ഇന്നലത്തെ മത്സരത്തിൽ പരാജയപ്പെടുന്നത്. അതിൽ തന്നെ 1982 അവസാനമായിട്ട് ജർമ്മനി ഒരു പെനാൽറ്റി നഷ്ടപ്പെടുന്നത്. ഫിഫ വേൾഡ് കപ്പിൻ്റെ കാര്യമാണ്. 1982 അവസാനമായിട്ട് ജർമ്മനി ഒരു പെനാൽറ്റി നഷ്ടപ്പെടുന്നത്. ഏകദേശം 44 വർഷമായി. 44 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പെനാൽറ്റി നഷ്ടപ്പെടുന്നു. ഒരു സ്വപ്നം അവിടെ തകർന്നടിയുകയാണ്. ജർമ്മനി ഒരിക്കൽ കൂടി വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് കടക്കാതെ പുറത്താകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. പരാഗ്വയെ സംബന്ധിച്ച് ഒരു ഗ്രേറ്റ് പെർഫോമൻസ് ആണ് അവർ ആ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് അവർക്ക് എന്തായിരുന്നു ആ മത്സരത്തിൽ ആവശ്യമുള്ളത്, ആ നീഡ് അവർ കൃത്യമായിട്ട് ജർമ്മനിയെ തളച്ചുകൊണ്ട് അവസാനം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ആ പെനാൽറ്റി ഷൂട്ടൗട്ട് വിജയിച്ചുകൊണ്ട് അവർ റൗണ്ട് ഓഫ് 16 ഉറപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അങ്ങനെ അവർക്ക് എന്തായിരുന്നു ആവശ്യമുള്ളത് അത് കൃത്യമായിട്ട് അവർ മത്സരത്തിൽ ചെയ്തു വിജയിച്ചു എന്നുള്ളതാണ്.